നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം. രാത്രി ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും ഈ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥത വേണം. അതിനിപ്പോ ഇവിടെ പ്രത്യേകിച്ച് എന്താ സംഭവിച്ചത്? ഇത്രയും നേരം അവന്റെ ബഹളമായിരുന്നു. ഇതെന്താ ബാറോ? മദ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുടിയന്മാര് വന്ന് ബഹളം ഉണ്ടാക്കാൻ. അതിനുള്ള അന്തസ്സേ ഈ വീടിനും കുടുംബത്തിനും കണ്ടിട്ടുള്ളൂ. ഡാഡി, ഇതൊക്കെ അവനും അവളും കൂടി കരുതി കൂട്ടി ചെയ്യുന്നതാ. അവന്റെ മുറിയിൽ നിന്ന് അവളല്ലാതെ വേറെ ആര് മദ്യം എടുക്കാനാ? അവക്കിപ്പോ എന്താ വേണ്ടേ? സൂര്യയെ നല്ലവനാക്കണം, എന്നിട്ട് അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കാൻ പാടില്ല. എന്തായാലും ഞാനിതിൽ മധ്യസ്ഥനാവാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാനുള്ളത് നേരിട്ട് സൂര്യയോട് തന്നെ അങ്ങ് പറഞ്ഞേക്കും. പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. ഭാര്യയും ഭർത്താവും കൂടി വഴക്കിട്ട് കൊല്ലാനാണ് തീരുമാനമെങ്കിൽ ഈ വീടിനകത്ത് അത് നടക്കില്ല. വീഴത് ഷാപ്പുകൾ തുറക്കുന്നല്ലോ. നീ അറിഞ്ഞോ എടി ഇന്ദ്രജ്? മേളമണത്തായിരം ഷാപ്പുകൾ തുറക്കുന്നല്ലോ. എന്താടാ സൂര്യ? അതെ, ഈ വീട്ടില് ഞാൻ മദ്യവെക്കുന്നതിന്റെ പേരിലാണല്ലോ പ്രശ്നം. അളിയനെ ടെറസിൽ ഇരുന്ന് കുടിച്ചോണ്ടിരിക്കായിരുന്നു. ഒന്നല്ല, കുറേ കുപ്പികളുണ്ടായിരുന്നു. അതെ, എവിടെ നിന്ന് കിട്ടിയ അളിയാ? അളിയ അപ്പോഴേക്കും മറന്ന എന്റെ സ്വീറ്റ് ഹാർട്ട് ഇന്ദ്രജ എനിക്ക് സർപ്രൈസ് ആയിട്ട് ബെഡിന്റെ അടി കൊണ്ടുവച്ചാലേ. ഞാനോ? വിജയ്, കള്ളം പറയരുത്. കള്ളൊന്നുമല്ല, ഞാൻ കണ്ടുപിടിച്ചടി കള്ളി. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ പോയിട്ട് ബെഡൊന്ന് പൊക്കി നോക്കണം. ചിമിട്ടന്മാരായ ഫോറിൻ കുപ്പികൾ ഇങ്ങനെ ഒന്നായിട്ട് നിരന്ന് കിടക്കുന്നത് കാണാം. അയ്യോ, ആന്റിയെ മൈൻഡ് ചെയ്തില്ല. അയ്യോ, നമസ്കാരം ആന്റി. നമസ്കാരം. ആന്റിയുടെ മോളുണ്ടല്ലോ, നല്ല ഒന്നാം തരം ചിമിട്ടുക. എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചതാ. വിജയ് അങ്ങനെ പുറത്തൊന്നും പോയി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ മുറിയിരുന്ന് കുടിച്ചോട്ടെ എന്ന് വെച്ചു. മദ്യപിക്കുന്ന സൂര്യ കുഴപ്പക്കാരനാണ്. പക്ഷെ നിന്റെ ഭർത്താവ് കഴിക്കുന്നത് കുഴപ്പമില്ല അല്ലേ? ഇല്ലെങ്കിൽ നീ മേടിച്ചു കൊടുക്കും. അതെ, ഭർത്താവിനൊരു സർപ്രൈസ് കൊടുക്കാനല്ലേ വെച്ചാ. പക്ഷേ ഇതൊക്കെ ഗംഭീര ബ്രാൻഡുകളാ അല്ലേ? ഇങ്ങോട്ടേ. ഓ ചേച്ചി, ഈ കുപ്പിക്ക് എത്ര വില? എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഈ കുപ്പിക്ക് എത്ര കൊടുത്തു? ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ലെന്ന്. അറിയില്ല. സൂക്ഷിച്ചു വെക്കണം. അവനെ വേദനിപ്പിക്കരുത്. അവനെ വേദനിപ്പിക്കാൻ ആളിയനെ വേദനിപ്പിക്കും. അയ്യോ നന്ദിനി, നന്ദിനി, നന്ദിനി താനേ അവിടെ നിൽക്ക്. നന്ദിനി നിന്നോ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ.
ഈ മദ്യക്കുപ്പികള് യഥാർത്ഥത്തിൽ എവിടുന്നാ കിട്ടിയത്? അളിയന്റെ കയ്യിലിരിക്കുന്ന ഈ മദ്യക്കുപ്പികളും ചേച്ചിയുടെ ബെഡിന്റെ താഴെ ചേച്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികളും എല്ലാം എന്റെ മുറിയിൽ ഇരുന്നതാ. അളിയൻ്റെതാ? എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ബെഡ്റൂമിൽ എന്തിനു കയറി? എടീ, എന്നോട് അനുവാദം ചോദിക്കാതെ എന്തിനവിടുന്ന് മദ്യം എടുത്തു പറ. എന്തുവാടി ഷെയിം? ഇന്ദ്രജ, നീ അങ്ങ് കയറിപ്പോ.